യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മുഹൂർത്തം, ദൈവത്തിന് മുഹൂർത്തം, ദൈവത്തിന് മുഹൂർത്തം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവേ. നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവം മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായിരിക്കുന്ന ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മകൾ ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവ മക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, വിശ്വസ്തതയ്ക്ക്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഓരോ നിമിഷവും സംഭവബഹുലമായിരിക്കുന്ന ഈ ലോകത്തെ ദൈവാതിശയമായിട്ട് അത്ഭുതമായിട്ട് നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവുകൊണ്ട് ഒന്നുമല്ല, ദൈവം തമ്പുരാന്റെ കൃപ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശ്രേഷ്ഠ പദവി നമ്മുടെ ജീവിതത്തിൽ തന്ന അനുനിമിഷവും നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കോലും നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിച്ച് കർത്താവിന്റെ സനെ നിൽപ്പ, കർത്താവിന്റെ സനെ പ്രത്യാശയോടെ ആരിപ്പ. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് അനേകം പേരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോൾ, അനേകം പേർ പ്രത്യാശയുടെ കോളത്തിൽ നിന്ന് വീണു പോകുമ്പോൾ, പ്രിയ ദൈവമക്കളെ, തിരുവചനത്തെ ഉടനീളം നോക്കുമ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ ലോകത്തിലുള്ള പ്രത്യാശകളൊക്കെയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന പലതിലും നാം പ്രത്യാശ വെച്ച് അതിലേക്ക് ലാക്കിലേക്ക് നാം പോകുമ്പോൾ, അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ നാം ആകെ തകർന്നു പോകുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതൽ ഒരിക്കലും നിരാശപ്പെടുവാനായിട്ട് ഇടയില്ല. കാരണം അവനൊരു ഉറപ്പുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. ഈ കഷ്ടതയും വേദനയും ഭാരമൊക്കെ നിറഞ്ഞ ലോകത്തെ നിന്ന് ഒരു കർത്താവ് നമ്മെ ചേർക്കാൻ വരുമെന്ന്, കർത്താവിനോട് കൂടി ചേർക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളവന് മാത്രമല്ല നാം പ്രത്യാശിക്കേണ്ടത്, വരും ലോകത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും ഞാനും നിങ്ങൾ ഭാരപ്പെടുകയില്ല, തകർന്നു പോകുകയില്ല, ഉറപ്പും ധൈര്യം ഉള്ളവരായിരിക്കും. ഇവിടെ സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്തേ? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഇപ്പൊ ഈ അന്ത്യ കാലഘട്ടത്തിൽ സ്തോത്രം ഒരു ദൈവ പൈതൽ ആരിലാണ് പ്രത്യാശ വയ്ക്കേണ്ടതെന്ന് കോരേഹ് പുത്രന്മാർ ഇവിടെ വ്യക്തമായി തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. കോരേഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. അതിന്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് കാണുന്നു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇതൊക്കെ പറഞ്ഞ ശേഷം 5-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? സ്തോത്രം. അപ്പൊ നമ്മൾ എന്തിനാ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് പറയുന്ന, അവൻ എന്റെ മുഖപ്രകാശ രക്ഷയുടെ ദൈവമാവുന്നു എന്നിങ്ങനെ ഞാനും ഇനി അവനെ സ്തുതിക്കുക. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഒരു പ്രത്യാശ നമുക്ക് കർത്താവിൽ വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരണം. ഈ ലോകത്തിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തെ പല നിരാശയിലേക്കും വേദനയിലേക്കും പ്രയാസത്തിലേക്കും കൊണ്ടുപോകുമ്പോൾ കർത്താവിലുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ധൈര്യപ്പെട്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. കാരണം എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഈ നമ്മുടെ പ്രത്യാശ എന്നത് അവിടെ എന്താണെന്ന്. 10-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്ന, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, നാം മുറുകെ പിടിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളണം. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാകുന്നു. വാഗ്ദത്തം ചെയ്ത ദൈവം മാറിപ്പോകുന്ന ദൈവമല്ല. എന്നെ നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം, എന്നോടും നിങ്ങളോടും
ദൈവിക ശബ്ദം കേൾപ്പിച്ച ദൈവം വാക്കു മാറുന്ന ദൈവമല്ല, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമത്രേ. വാക്കു മാറാൻ മനുഷ്യനല്ല എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. മനുഷ്യരുടെ വാക്കുകളൊക്കെ മാറുമ്പോൾ വിശ്വസ്തനായിരുന്നു കൂടെയിരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ നമ്മോട് കൂടെയുള്ളത്. ആ ദൈവം നമ്മെ കൈവിട്ട് കളയുകയില്ല, ആ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയല്ല. ലോകർ നമ്മെ കൈവിട്ടെന്നിരിക്കാം, കൂടെയുള്ളവർ നമ്മെ കൈവിട്ടെന്നിരിക്കാം, കൂട്ട സഹോദരങ്ങൾ കൂട്ട സ്നേഹിതരൊക്കെയും നമ്മെ കൈവിട്ട് കളഞ്ഞെന്നിരിക്കാം. പക്ഷേ കൈവിടാതെ നമ്മോട് പറഞ്ഞ് ദൈവിക അരുളപ്പാടുകൾ, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറ്റി തന്ന് നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ എന്റെ നിങ്ങളുടെ കൂടെയുള്ള. ആമേൻ. ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൽ നാം എന്ത് ചെയ്യണം? പ്രത്യാശയുള്ളവരായിട്ട് ഇരിക്കുവാൻ തയ്യാറാക്കണം. ഈ ലോകത്തിലെ പ്രത്യാശ വയ്ക്കുമ്പോഴൊക്കെയും അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിരാശ കടന്നു വരാം. പക്ഷേ ദൈവത്തിൽ പ്രത്യാശയുള്ള ദൈവ പൈതൽ ജീവിതത്തിൽ മുഖപ്രകാശ രക്ഷ ഉണ്ടാകുവാനായിട്ട് ഇടയത്തില്ല. അവന്റെ മുഖം തേജസ്സോടെ ആയിരിക്കുവാനായിട്ട് ഇടയത്തില്ല. പ്രശ്നം കടന്നു വരുമ്പോൾ അവന്റെ മുഖം ക്ഷീണിച്ചു പോകാനായിട്ട് ഇടയാകില്ല. കാരണം അകത്തെ മനുഷ്യൻ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ലോകത്ത് എന്ത് തന്നെ വന്നുകൊള്ളട്ടെ, കർത്താവ് അറിയാതെ ഒന്നും വരികയില്ല എന്ന്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കഷ്ടത സഹിഷ്ണുത സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു. റോമർ 5-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരേ ഒരു കർത്താവ് ആണ് നമ്മുടെ കൂടെയുള്ള. മറ്റു എന്തെന്നിലും പ്രത്യാശ വെച്ചാലും ഭംഗം വരാൻ സംഭവിക്കും, കോട്ടങ്ങൾ സംഭവിക്കാം. പക്ഷേ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ദൈവ പൈതന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുള്ള കാരണം അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. കഷ്ടത എന്ന് പറയുന്നത് ഒരു സഹിഷ്ണുതയിലേക്ക്, അവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. ആ കഷ്ടത സഹിഷ്ണുതയിലേക്ക്, സിദ്ധതയിലേക്ക്, സിദ്ധത പ്രത്യാശയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയത്തില്ല. പ്രത്യാശ എന്ന് പറയുന്നത് എന്താ? മഹത്വപൂർണനായിരിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതത്രേ. നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് മഹത്വപൂർണനായിരിക്കുന്ന ക്രിസ്തു അത്രേ. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നാം ആ ഉറപ്പോടെ ആയിരിക്കണം. നമ്മുടെ പ്രത്യാശയ്ക്ക് കോട്ടം വരുന്നത്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്നത് ഒന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാകാതെ വേണം ഞാനും നിങ്ങൾ ഉറപ്പുള്ളവരും ധൈര്യമുള്ളവരും കുലുങ്ങാത്തവരും ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, ഈ ലോകത്തിൽ നമ്മൾ മാത്രം പ്രത്യാശ വയ്ക്കരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ അവിടെ പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നു, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള പ്രത്യാശ മാത്രം നമ്മുടെ ജീവിതത്തിൽ വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേദന കടന്നു വരും. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെയും തീർന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞാനും നിങ്ങളും സന്തോഷിക്കുന്ന ദിനങ്ങൾ, നല്ല ദിനങ്ങളെ ഓർത്ത് ഞാനും നിങ്ങൾ സന്തോഷിക്കുവാനായിട്ട് ഇടയായി തീർണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ സാരമില്ല എന്ന് ഓർക്കുവാനായിട്ട് ഇടയായി തീർന്ന. നൊടി നേരത്തേക്കുള്ള കഷ്ടലോകം നമ്മെ പകച്ചുകൊള്ളട്ടെ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഈ ലോകത്തിലെ ജീവിതമൊന്നും നമുക്ക് ശാശ്വതമുള്ളതല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ശാശ്വതമില്ലാത്ത ഈ ലോകത്തിലെ ചില നഷ്ടങ്ങളും ചില ഭാരങ്ങളും ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ഒരു പ്രത്യാശയുടെ തലം ഓപ്പൺ ചെയ്യുവാനായിട്ട് ഉണ്ട്. സ്തോത്രം. സങ്കീർത്തന പുസ്തകത്തിലേക്ക് ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യാശ നിരപ്പമായിരിക്കുന്ന അനേകം വാക്കുകൾ തന്റെ ജീവിതത്തിൽ പറയുന്ന അനുഭവം കാണുവാനായിട്ട് സാധിക്കുന്നു. 27-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കും. താൻ പറയുന്നുണ്ട്, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയ ദൈവമക്കളെ,
എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായിരിക്കുന്ന വാക്കുകളാ. സ്തോത്രം. അപ്പൻ ഉപേക്ഷിച്ചു കൊള്ളട്ടെ, അമ്മ ഉപേക്ഷിച്ചു കൊള്ളട്ടെ, ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ഉപേക്ഷിക്കാത്ത ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ദൈവഭക്തന്റെ ഒരു വിശ്വാസം, അതാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. സ്തോത്ര. നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരും നമ്മെ കൈവിടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാക്കുക. എന്നാൽ ഇവിടെ ഭക്തനായിരിക്കുന്ന ദൈവത്തെ രുചിച്ചറിഞ്ഞതായ അപ്പന്റെ ആടുകളെയും വെച്ച് വനാന്തരത്തിൽ ഏകയായി നടക്കുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സമയങ്ങളെ വേർതിരിച്ച ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ അപ്പനോ അമ്മയോ എന്നെ ഉപേക്ഷിക്കട്ടെ, ഉപേക്ഷിച്ചാൽ എന്നെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ ലോകം അങ്ങനെയാണ്. നമ്മെ ഇന്ന് ചേർത്തണയ്ക്കുന്നവർ നാളെ നമ്മെ മാറ്റി നിർത്തുന്നിരിക്കാം. അവർ നമ്മെ മറന്നു കളഞ്ഞെന്നിരിക്കാം. ആരൊക്കെ നമ്മെ മറന്നു കളഞ്ഞാലോ, ആരൊക്കെ നമ്മെ ചേർത്തണയ്ക്കാതിരുന്നാലോ, ആരൊക്കെ കണ്ടിട്ട് കാണാതെ പോയി കഴിഞ്ഞാലും, ഞാൻ പറയട്ടെ, എത്രയോ പേർ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടെന്നറിയുമ്പോൾ നമ്മെ കണ്ടിട്ട് കാണാതെ പോകുന്നവരൊക്കെ ഉണ്ട്. നമുക്ക് ഒട്ടുന്ന വേദന ഉണ്ടാകും. പക്ഷേ ഈ ലോകം അങ്ങനെയായി തീരുമ്പോഴും നമ്മെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നത്, നാം കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ വില എത്രയാണെന്നും അതിന്റെ വേദന എത്രയെന്നും മനസ്സിലാക്കുന്ന കർത്താവിനെ നമ്മെ കാണാതിരിക്കുവാൻ കഴിയത്തില്ല. ആ കർത്താവ് നമ്മെ ചേർത്തണയ്ക്കും. ലോകം നമ്മെ മാറ്റി നിർത്തുമ്പോൾ, ലോകം നമ്മെ അവഗണിച്ച് കളയുമ്പോഴും നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ദാവീദ് പറഞ്ഞ, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. അത് ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. കർത്താവിന് നമ്മെ തള്ളിക്കളയുവാൻ കഴിയത്തില്ല. നാം കർത്താവിന് വിലയേറിയവരാണ്, കർത്താവിന് വിശേഷത ഉള്ളവരാണ്. ആ കർത്താവ് നമ്മെ ചേർത്ത് അണയ്ക്കുവാനായിട്ട് ഇടയായി തീരും. അവിടെ കാണുവാൻ സാധിക്കുന്നു. അനർത്ഥ ദിവസത്തെ ചേർത്തണയ്ക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയെ പറ്റി ദാവീദ് ആ സങ്കീർത്തനത്തിൽ വ്യക്തമായി പറയുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. അതേ, നമ്മെ ഒളിപ്പിക്കേണ്ടടുത്ത് ഒളിപ്പിച്ചിട്ട് മറയ്ക്കേണ്ടടുത്ത് മറച്ചുകൊണ്ട് പാറമേൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തന്റെ സ്നേഹിത സഹോദരങ്ങളും തന്റെ അപ്പനും ഒക്കെ മറന്നു കളഞ്ഞ ഇടത്ത് അവിടെ അവരുടെ നടുവിൽ കൊണ്ടുപോയി മാനിച്ചുയർത്തിയ ഒരു സർവശക്തിനെ പറ്റി ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ ദൈവത്തിൽ ഒന്ന് പ്രത്യാശ വെക്കാമോ? അതുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കാം. ഭക്തനായിരിക്കുന്ന ദാവീദിന്റെ വാക്കുകൾ നമ്മളെ വളരെയധികം ഹല്ലേലൂയ പ്രത്യാശ ഉളവാക്കുന്ന ഒന്നത്രേ. എന്തെല്ലാം ജീവിതത്തിൽ കടന്നു വന്നാലും നാം ഭയപ്പെടില്ല. കാരണം എന്താണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അതെ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. അതുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൻ ഉപേക്ഷിക്കട്ടെ, അമ്മ ഉപേക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സൈന്യം നമുക്കെതിരെ വന്നുകൊള്ളട്ടെ, എന്തെല്ലാം കടന്നു വന്നാലും നാം എന്ത് ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ ഉള്ളവരായിരിക്കണം. ഈ ലോകത്തിലെ പ്രത്യാശകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പലതും ചെയ്യാമെന്ന് ആഗ്രഹിച്ചും പലതും തുടങ്ങിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ സംഭവങ്ങളൊക്കെയും പ്രതികൂലമായി തീരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വർദ്ധിക്കേണ്ട ഒന്ന് എത്രത്തിൽ ഒരു പ്രത്യാശ. എന്തെല്ലാം കടന്നു വന്നാല് പ്രാണപ്രിയനെ കാണുമെന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലെ, നാം ഒരിടത്തും പരാജയപ്പെട്ടു പോകുകയില്ല, നാം ഒരിടത്തും തളർന്നു പോകുകയില്ല, നാം ക്ഷീണിച്ചു പോകുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര. നമ്മുടെ പ്രാണപ്രിയ നമ്മെ ചേർക്കുവാൻ വരാൻ സമയമായെന്നുള്ള ഒരു കാഹളനാദം കേൾക്കാൻ സമയമായെന്നുള്ള ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര. ആ ഒരു പ്രത്യാശ രാത്രി പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. നമുക്ക് യോബിന്റെ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോബ് തന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, തന്റെ ജീവിതത്തിൽ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ട് എല്ലാം കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലും തന്റെ പ്രത്യാശയുടെ വാക്കുകളെ അവിടെ ധ്വനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാ ദൈവ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടത്. എന്തെല്ലാം വന്നു ഭവിച്ചു കഴിഞ്ഞാലും ആ പ്രത്യാശയോട് നാം ആയിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ 14-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഒരു വൃക്ഷമായിരുന്ന അപ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയ പിന്നെയും പൊട്ടിക്കിളർക്കും, അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കില്ല. സ്തോത്രം.
ഇയ്യോബ് തന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട്. എന്താ പ്രത്യാശ? അതിനെ വെട്ടിയ പിന്നെയും പൊട്ടിക്കിളർക്കും. അതിന്റെ കൊമ്പുകൾ ചില്ലികൾ വെട്ടിക്കളഞ്ഞാലും അത് വീണ്ടും പൊട്ടിക്കിളർത്തു വരുവാനായിട്ടിടയായിത്തീരും. അങ്ങനെയൊക്കെ എവിടേക്ക് വെട്ടുകെട്ട് മുറിവ് ഏറ്റു വീണ് കഴിഞ്ഞാലും അവിടെ കിടക്കിയല്ല, നാം ഉയർത്തെഴുന്നേറ്റ് വരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ശത്രു എത്ര നമ്മെ തകർക്കുവാൻ നോക്കിക്കഴിഞ്ഞാലും പരാജയപ്പെടുത്തുവാൻ നോക്കിക്കഴിഞ്ഞാലും പ്രിയ ദൈവമക്കളെ, ഒടുവെത്ത നാളിൽ ഞാൻ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇയ്യോബ് തന്റെ ജീവിതത്തിൽ പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അതെ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം നാം ദേഹരഹിതനായി അവനെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ശയിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു ഭക്തനായിരിക്കുന്ന, നീതിമാനായിരിക്കുന്ന, നിഷ്കളങ്കനായിരിക്കുന്ന ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ പിന്നെ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ പകൽക്കാലം നമുക്ക് ആ ഒരു പ്രത്യാശയുണ്ടോ? നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ചിലപ്പോൾ നമുക്ക് മറുപടി കിട്ടാൻ വൈകിയെന്നിരിക്കാം. നാം പ്രാർത്ഥിച്ചതിന് ഉടനെ മറുപടി ലഭിച്ചില്ല എന്നിരിക്കാം. നാം നിരാശപ്പെടേണ്ട. ഹല്ലേലൂയ. നാം പ്രത്യാശയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. നമ്മെ കൈവിട്ട് കളയുന്ന ഒരു കർത്താവല്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് പങ്കും വരുത്തുന്ന ഒരു ദൈവമല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. വാക്കു മാറ്റുന്ന ദൈവമല്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ടൈമിൽ നടക്കുവാനായിട്ട് ഇടയെത്തില്ല. അതുകൊണ്ടാണ് ഇയ്യോബ് പറയുവാനായിട്ട് ഇടയെത്തുന്നത്, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു. അതേ പ്രിയ ദൈവമക്കൾ, ഒരു ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ, ഒരു പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമുക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരിക്കണം, ആ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ദൈവം അറിയാതെ. കാരണം എന്താ? നമ്മുടെ തലയിൽ രോമമല്ല എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന തിരുവചനത്തിൽ കാണുന്നു. അതിതൊന്ന് നിലത്ത് വീണമെങ്കിൽ ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. പ്രിയ ദൈവമക്കളെ, ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ഒരു ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും തീമതിലായിരിക്കുന്ന ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പോ ദൈവം അനുവദിക്കാതെ, ദൈവം തുറന്നു കൊടുക്കാതെ നാം ദൈവത്തിന് വിശ്വസ്തരായിട്ട് നിന്ന് കഴിഞ്ഞാൽ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ദൈവം അനുവദിച്ച് ചിലതൊക്കെ കടന്നു വരുന്നൊക്കെ അതിനകത്ത് ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികളും പ്ലാനുകളും കാണുമായിരിക്കാം. അതുകൊണ്ട് ഞാനും നിങ്ങൾ അധൈര്യപ്പെട്ടു പോകേണ്ട, ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പ്രത്യാശയില്ല മനുഷ്യരെ പോലെ നാം നിരാശപ്പെട്ടു പോകുന്നവരായിട്ടല്ല, ഈ ലോകത്തിലെ മറ്റുള്ളവരെ പോലെ നിരാശപ്പെടുന്നതായിട്ടല്ല. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടതകൾ കടന്നു വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നാലും, ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും, ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും കർത്താവിലുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കഷ്ടതയുടെ മധ്യത്തിലും ഹല്ലേലൂയ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്ന, ആരും നമ്മെ സഹായിപ്പാനില്ലാത്തപ്പോഴും നമ്മുടെ സഹായനായി ഇറങ്ങി വരുന്ന അരിമരക്ഷന്റെ സാന്നിധ്യം ഞാനും നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്ന, ആ കർത്താവിലൊന്ന് ബലപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന. സ്തോത്രം. അതുകൊണ്ട് റോമർക്കെതിരെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനത്തിൽ എഴുതിയപ്പോൾ ഇവിടെ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടത്രേ. സ്തോത്രം. പ്രിയ ദൈവമക്കൾ, ഈ ലോകത്തിലുള്ള ഒരു കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടും, നമുക്ക് വീട് കിട്ടും, നമുക്ക് കാറ് കിട്ടും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായതൊക്കെ കിട്ടും. ഈ ലോകത്തിലുള്ളത് മാത്രമായിട്ട് നാം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടൻ എന്നാ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നാം ഓർത്തു നോക്കുക, എങ്ങനെ നാം എവിടെയാ പ്രത്യാശ വച്ചിരിക്കുന്ന. സ്തോത്രം. ഈ ലോകത്തിൽ മാത്രമാണോ? ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം താൽക്കാലികമായിട്ടുള്ളത് മാത്രമാണ്. അത് വേഗത്തിൽ തീരുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ നാൾ അറിയുന്നില്ല, നാഴിക അറിയുന്നില്ല.
നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് കാണുന്നവരെ അടുത്ത നിമിഷം കാണാനില്ലാത്ത അനുഭവത്തിൽ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് തിരുവചനത്തിലുള്ള സംഭവങ്ങൾ ഈ ലോകത്ത് നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ, ഞാനും നിങ്ങൾ പ്രത്യാശയോടെ ആയിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം ഒരു മണവാളിനെ എതിരേൽപ്പാൻ പ്രത്യാശയോടെ കാത്തിരിക്കാറുണ്ട്. മണവാളൻ വരും, ഹല്ലേലൂയ എന്നുള്ളത് പോലെ. അതുപോലെ പ്രിയ ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ പോയി ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ചേർക്കേണ്ടതിനായിട്ട് കടന്നു വരുമെന്ന് നമ്മുടെ പ്രാണപ്രിയൻ നമ്മെ ചേർക്കുവാൻ വേഗം വരുവാനായിട്ട് ഇടയായിത്തീരാം. നാം ഒരുങ്ങിയിട്ടുണ്ടോ? നാം ഉണർന്നിരിക്കുന്നുണ്ടോ? നാം പ്രത്യാശയോടെ ആയിരിക്കുന്നുണ്ടോ? അല്ല ജീവിതത്തിന്റെ കഷ്ടതയുടെയും വേദനയുടെയും മധ്യത്തിൽ നമ്മുടെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നാളുകൾ മുതൽ നാം കേൾക്കുന്നുണ്ടായിരിക്കാം, കർത്താവ് വരും എന്ന് വരാൻ എന്ന ചോദ്യവുമായിട്ട് നാം നിരാശപ്പെട്ടു പോകുന്നവരാണോ? ഇല്ല, നമ്മുടെ പ്രാണപ്രിയൻ വരും. ഹല്ലേലൂയ. വാക്കുമാറാത്ത ദൈവമത്രേ, നമ്മെ ചേർക്കാൻ കർത്താവ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വരുവാനിടയെത്തിരും. ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിന് വേണ്ടി എന്തൊക്കെ നാം ഒരുക്കി വെച്ചാലും, എന്തൊക്കെ ക്രമീകരിച്ചു വെച്ചാലും, പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ഓർക്കേണ്ട രണ്ട് കാര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് തന്ന പ്രാണനെ കർത്താവ് ഏത് സമയം വേണമെങ്കിലും തിരിച്ച് വിളിക്കാം. ഹല്ലേലൂയ. നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടത്തിന്റെ ഫിനിഷിങ് എപ്പോൾ വേണമെങ്കിലും അത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാം. ചിലപ്പോൾ നാം പറഞ്ഞിരിക്കാം, എന്റെ മേൽ ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്, ഈ വാഗ്ദത്തങ്ങളൊന്നും നടക്കാതെ ഞാൻ എന്റെ ജീവനെ കർത്താവ് എടുക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പലരുടെയും മരണങ്ങൾ മുന്നിൽ കടന്നു വന്നപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവരോട് ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ടല്ലോ, കർത്താവിന്റെ ശക്തിയോടെ നിൽക്കുന്നവരാണല്ലോ, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമെന്ന് അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്റെ ഉള്ളിൽ കടന്നു വന്ന മറ്റു പലരും ഇത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്ന ഒരു കാര്യമുണ്ട്. ഒരു റോസച്ചെടി പൂത്ത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിന് യൂസ് ചെയ്യുന്നതിന് വേണ്ടി അതിനെ ആരെങ്കിലും പ്ലക്ക് ചെയ്ത് എടുക്കുവാനായിട്ട് ഇടയായി തീർന്ന, അത് തൊഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആരും പ്ലക്ക് ചെയ്യില്ല, കാരണം അതിനെ കൊണ്ടൊരു ഉപയോഗമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പലരെയും ഇന്ന് കർത്താവ് തിരിച്ചു വിളിക്കുന്നുണ്ട്. നല്ല കത്തി ശോഭിച്ച് നിൽക്കുന്ന, പ്രയോജനപ്പെടുന്ന സാഹചര്യത്തെ അതിന് നമുക്കൊന്നും മനസ്സിലാക്കാനായിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കത്തി ശോഭിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നാളെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച് അവർ ദൈവത്തിൽ നിന്ന് വീണു പോകും, ദൈവസ്വനിൽ നിന്ന് വീണു പോകും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ എത്തിച്ചേരത്തില്ല എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അവർ എത്ര കത്തിശോഭിച്ച് നിൽക്കുന്നവരായിരുന്നല്ല ആ ടൈമിൽ കർത്താവ് എടുക്കും. കാരണം അവർ കൈവിട്ടു പോകല്ലെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അവർ കൂടി ചെയ്തെടുക്കേണ്ടത് ചിലപ്പോൾ ദൈവം വേറെ ആരെയും കൂടി ചെയ്തെടുത്തെന്നിരിക്കാം, പക്ഷെ അവര് നഷ്ടപ്പെട്ടു പോകല്ലെന്ന് കർത്താവിന്റെ പദ്ധതി ഉള്ളത് കൊണ്ട് കർത്താവ് മറ്റൊന്നും നോക്കത്തില്ല. വാഗ്ദത്തങ്ങൾ കിടക്കുന്നു, അത് നോക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങളുണ്ട്, എന്റെ ജീവിതത്തിനകത്ത് ദൈവ പദ്ധതി ഒത്തിരി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിങ്ങനെ ഇടാൻ പറ്റത്തില്ല. നാം ഈ ഓട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. ഏത് സമയമാണ് ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കണം, കർത്താവിന്റെ പ്രാണനെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ സന്നി ചേർക്കപ്പെടുമെന്നുള്ള. മറ്റൊന്ന്, കർത്താവിന്റെ കാഹളനാദം എപ്പോഴാണ് കേൾക്കുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് മുൻകൂട്ടി പറയുവാനായിട്ട് കഴിയില്ല. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, നാം പ്രത്യാശയുള്ളവരായിരിക്കണം. ഇവിടെ ഈ സ്തോത്രം കൊരിന്ത്യർക്ക് ലേഖനത്തിൽ പറഞ്ഞതുപോലെ നാം ഈ ആയുസ് മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഈ ലോകത്തിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് വീട് കിട്ടും, എനിക്ക് കാറ് കിട്ടും, എനിക്ക് സുഖം തരും, എനിക്കൊരു ഭവനം തരും, ഇതിലേക്ക് മാത്രമാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നതെങ്കിൽ നാം വെറും അരിഷ്ട മനുഷ്യനെന്നാ പറയുന്നത്. കാരണം ഈ ലോകത്തിലെ ആയുസ് എന്ന് പറയുന്നത് വെറും ഷോർട്ട് പീരീഡ് മാത്രമാണ്. ഇത് കഴിയും, വേഗത്തിൽ കഴിയുമെന്നാ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്.
പിന്നെ നമുക്ക് കിടക്കുന്നത് ഒരു നിത്യ യുഗായുഗമാണ്. അങ്ങനെ ഈ ലോകത്തിൽ നമുക്ക് ഒന്നിനും പ്രത്യാശയില്ലെങ്കിലും പ്രിയ ദൈവമക്കളെ, കാണാത്ത ആ ലോകത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരുവാനായിട്ട് ഇടയായി തീരണം. അതാണ് നമ്മെ കർത്താവിനോട് അടുപ്പിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. അതാണ് നാം തളർന്നു പോകാതെ, ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, അത് കഷ്ടതയായിക്കോട്ടെ, അത് സഹിഷ്ണുതയിലേക്ക് എത്തും. സഹിഷ്ണുത സിദ്ധതയിലേക്ക് വരും, സിദ്ധത പ്രത്യാശയിലേക്ക് കടന്നു വരും. ആ ഒരു പ്രത്യാശ ഉളവാകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഈ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം പറയട്ടെ, നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശയ്ക്ക് എവിടെയെങ്കിലും കോട്ടം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രത്യാശ മണ്ഡലത്തിലേക്ക് നാം കയറുവാനായിട്ട് ഇടയെത്തണം. ഈ ലോകത്തിലെ പ്രത്യാശയെ നാം വച്ച് മുന്നോട്ട് പോകുന്നവരായിട്ടല്ല, കർത്താവിലുള്ള ഒരു പ്രത്യാശയോടെ ഞാനും നിങ്ങൾ മുന്നേറുവാനായിട്ട് ഇടയായി തീരണം. എബ്രായർക്കെതിരെ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്: എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: അവസാനത്തോളം ഉത്സാഹം ഒരുപോലെ കാണിക്കണം. ഞാൻ കർത്താവിനെ അറിഞ്ഞ സമയത്ത് നമുക്ക് ഒത്തിരി പ്രത്യാശയായിരുന്നാണ്. അന്ന് നമ്മൾ പറയാറുണ്ട്, ഇപ്പം കർത്താവിനോടൊക്കെ ചേർക്കപ്പെടുമെന്ന്. കാരണം നാം ചോദിക്കുന്നതിനൊക്കെ ഉടനെ മറുപടി കിട്ടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര പ്രത്യാശയാണ്. പക്ഷെ ഇവിടെ തിരുവചനത്തിൽ പറയുന്നു, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ ഒരു പൂർണ്ണ നിശ്ചയം. പ്രിയ ദൈവമക്കളെ, നാം പ്രത്യാശിക്കുന്നതിൽ ഒരു പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാനുള്ള ഒരു ടൈമുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യണം? അത് പ്രാപിക്കുവാൻ അവസാനത്തോളം ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നാം ചിന്തിച്ചു നോക്കാം, നമുക്ക് ഉത്സാഹത്തിന് മടുപ്പ് സംഭവിച്ചിട്ടുണ്ടോ? പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടുണ്ടോ? പ്രത്യാശയിൽ നിന്ന് എവിടെയെങ്കിലും നാം വീണു പോയിട്ടുണ്ടോ? ഹല്ലേലൂയ. ഓരോ ദിവസവും നാം ഇങ്ങനെ വെറുതെ ജീവിക്കുന്നവരാണോ? പ്രത്യാശയോടെ നാം ജീവിക്കുന്നുണ്ടോ? യോബ് പറഞ്ഞതുപോലെ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു, ഒടുവിൽ ഞാൻ അവനെ കാണും. അതേ, കർത്താവിനെ കാണുമെന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ലോകം നമ്മെ വെറുത്ത് തള്ളുമ്പോഴും, ഈ ലോകം നമ്മെ പരിഹസിക്കുമ്പോഴും അതിനകത്ത് നിരാശപ്പെട്ടു പോകുന്നവരാണോ? അതിനകത്തൊരു ധൈര്യം പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ? ലോകം വെറുത്തുകൊള്ളട്ടെ, കൂടെയുള്ളവർ വെറുത്തുകൊള്ളട്ടെ, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞുകൊള്ളട്ടെ, പക്ഷെ തള്ളിക്കളയത് എന്നെ ചേർത്തടയ്ക്കുന്ന ഒരു കർത്താവ് എന്നെ ചേർപ്പാനായി കടന്നു വരും എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രിയ ദൈവമക്കളെ, എന്നാൽ മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം പറയട്ടെ, കർത്താവിൽ പ്രത്യാശയുള്ളവരായിരിക്കുക. അതേ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും ജീവനുള്ള ദൈവവും എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും ഒരു ഭാഗം കൂടെ ഞാൻ പറയട്ടെ. 1 യോഹന്നാനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവന് ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ പ്രത്യാശയുള്ള ഒരു ദൈവ പൈതനെ പറ്റി ഹല്ലേലൂയ യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവന് ഈ പ്രത്യാശയുള്ളവൻ. ഹല്ലേലൂയ. അതിന്റെ തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ കാണുന്നു: പ്രിയമുള്ളവരെ, നാം ഇപ്പോ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാക്കിയ അവനോട് കൂടി സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഈ ഒരു പ്രത്യാശയത്രേ ദൈവ പൈതന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. എന്താ സ്തോത്രം! അവനോട് കൂടെ, ഹല്ലേലൂയ, ആ കർത്താവിനോട് കൂടെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകിയ അവനോട് സദൃശ്യന്മാരാകും. ഹല്ലേലൂയ. നാം നിസ്സാരക്കാരല്ല പ്രിയ ദൈവമക്കളെ. നാം ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ, ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ഈ പ്രത്യാശയുള്ളവൻ. അതെ, എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നു. നമ്മുടെ കർത്താവ് നിർമ്മലനായിരുന്നു, അതുപോലെ ഞാനും നിങ്ങൾ നിർമ്മലനായിരിക്കുമെന്ന് ഹല്ലേലൂയ അവിടെ കാണുന്നു. എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മെ തന്നെ അനുനിമിഷ നിർമ്മലീകരിച്ച് വിശുദ്ധീകരിച്ച്. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ഹല്ലേലൂയ, നീതി ചെയ്യുന്നവൻ വീണ്ടും നീതി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ വീണ്ടും അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. അതേ പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവോളം നമ്മുടെ വിശുദ്ധിയുടെ ഒരു പൂർണ്ണതയിലേക്ക് ആ ഒരു ശുദ്ധീകരണ മേഖല നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മെ തന്നെ ഒന്ന് നിർമ്മലീകരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രാണപ്രിയൻ വേഗം വരും. ഹല്ലേലൂയ. അതേ, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുതെന്ന് കർത്താവ് പറഞ്ഞു വയ്ക്കുക. പല വിഷയങ്ങൾ കടന്നു വരുമ്പോ നമ്മുടെ ഹൃദയം കലങ്ങി മറിയുന്നവരട്ടല്ല,
ആ കർത്താവിൽ ഉറപ്പുള്ളവരായിരിക്കുക, ആ കർത്താവിൽ ധൈര്യമുള്ളവരായിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് എന്തെല്ലാം വന്നു കഴിഞ്ഞാലും, ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചു കഴിഞ്ഞാലും, ഒരു കാര്യം പറയട്ടെ, എന്തെല്ലാം നമുക്ക് ലഭിച്ചെന്ന് പറഞ്ഞാലും ഈ ലോകത്തിൽ നാം എല്ലാം ഇട്ടേച്ചു പോകേണ്ടി വരുന്ന ഒരു ദിനമുണ്ട്. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് ആ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ പ്രാണപ്രിയനെ ചെന്ന് മുഖാമുഖമായി കാണുവാനിടയെത്തില്ല. അല്ല, ഈ ലോകത്തിലെ നിരാശയും ആകുലതയും നിറഞ്ഞ് നിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നാം എന്ത് ചെയ്യുന്നു? നാം മരിച്ചവരെ പോലെ ജീവിക്കും, പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, അനേകം പേരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമ്പോ, പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ച സമയത്ത് വിടുതൽ കിട്ടിയില്ല, ഇല്ലെങ്കിൽ എനിക്ക് എന്നും കഷ്ടതയാണ് എന്നൊക്കെ പറഞ്ഞ് അനേകം പേര് അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോ, മറ്റു പലതിലേക്ക് ഓടിപ്പോകുമ്പോ, കർത്താവിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ വരവ് വിശ്വാസക്കോളത്തിൽ നിൽക്കുന്നവർ ചുരുക്കം പേരായിരിക്കുമെന്ന്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ കൈവിട്ടു പോകരുത്. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് ജീവിക്കുമ്പോ നമുക്ക് കഷ്ടതയും ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ നാം മറ്റുള്ള മുമ്പിൽ ലജ്ജിച്ചു പോകാതെ, മറ്റുള്ള മുമ്പിൽ തല താഴ്ത്തി വയ്ക്കുവാൻ ഇടയാകാതെ വേണം നമുക്ക് വേണ്ടതൊക്കെയും ദൈവം തരുവാനിടയെത്തിരും. നമ്മുടെ മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായി വച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനതയെ ദൈവം വിളിച്ചിറക്കി കൊണ്ടുവരുവാനിടയായി തീർന്നു. അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു. മഞ്ഞ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. കടൽപക്ഷി ഇറക്കി കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ട് ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നു. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവർക്ക് ഹല്ലേലൂയ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിനകത്തേക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ കൈവിട്ട് പോകരുത്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ കഷ്ടത നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോ, ഈ ലോകത്തിലുള്ള കഷ്ടത മാത്രം വലുതാണെന്ന് ചിന്തിച്ച് നോക്കിയിരിക്കാതെ, വരും ലോകത്ത് കൈവിട്ടു പോയാ നമ്മെ കാത്തിരിക്കുന്നത് നിത്യ അഗ്നിയുടെ ഒരു കാലഘട്ടം അത്രേ. സ്തോത്ര. അവിടെ പുഴിച്ചാകുന്നില്ല, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല, തീ ഇങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അതിനകത്തുനിന്ന് ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. പക്ഷേ കർത്താവിൽ പ്രത്യാശയുള്ള ദൈവ പൈതൽ മരിച്ചു കഴിഞ്ഞാലും അവർ ജീവിക്കും, അവർക്ക് മരണം ഇല്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. താൽക്കാലികം ഒരു ഉറക്കം മാത്രമാണ്. അവർ പ്രാണപ്രിയനോട് കൂടെ എഴുന്നേൽക്കുക. ഈ പകൽക്കാലം നാം ഇന്ന് മരിച്ചു പോയാ, ഇല്ലെങ്കിൽ കർത്താവ് ഇന്ന് വന്നു കഴിഞ്ഞാൽ നാം കർത്താവിനോട് കൂടെ ചേർക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യാശയിലെ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കാലം അതിന്റെ സമ്പൂർണതയിൽ വന്നിരിക്കുന്നു. നാം ചിന്തിക്കുന്നത് പോലെ ഇനി വിദൂരമല്ല കർത്താവിന്റെ വരവെന്ന് സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, പ്രിയ ദൈവമക്കളെ, കർത്താവിൽ പ്രിയം വച്ചവരെ കർത്താവ് ചേർക്കുവാനായിട്ട് ഇടയായിത്തീരാ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവ പൈതലെ കർത്താവിൽ ചേർക്കുവാനായിട്ട് ഇടയായിത്തീരാം. അത് നാളെ എപ്പോഴെന്ന് അറിയുന്നില്ല, അത് എപ്പോഴാണ് സമയമെന്ന് അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ നാം സ്തോത്രം പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കാതെ പ്രത്യാശയോടെ നാം ആയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നാം എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കുക. അതേ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് പറയുവാനായിട്ടിടയെത്തുന്നു, താൻ പ്രത്യാശയോടെ ആയിരിക്കുവാനായിട്ടിടയെത്തുന്നു. അങ്ങനെ ആ ഒരു പ്രത്യാശ യോബിന്റെ ജീവിതത്തിൽ അനേക ഭക്തന്മാരെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരൊക്കെ പ്രത്യാശയോടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചവരാ. അപ്രത്യാശയോടെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചവരാ, പ്രത്യാശയോടെ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരുന്നവരാ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രത്യാശയെ നാം സ്വീകാര്യം പിടിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയാകുന്നു. ഹല്ലേലൂയ. അതേ സ്തോത്രം. നമ്മൾക്ക് പ്രത്യാശ നൽകുന്ന ആ കർത്താവിൽ നാം ഈ പകൽക്കാലം ധൈര്യം പ്രാപിക്കുവാനായിട്ട് ഇടയായി തീരുക. ഈ ലോകത്തിലുള്ള മറ്റുള്ളതിനെ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തിലല്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്തിലുള്ളതൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് ഇന്നത് എന്താണെന്ന് അറിയുന്നുണ്ട്. അത് കർത്താവ് നമുക്ക് തരും. ഞാൻ വായിച്ച ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ ആത്മാവേ നീ വിശ്വാസിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്തേ, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ ദൈവത്തിൽ ആയിരിക്കട്ടെ.
ഹല്ലേലൂയ. എന്തുകൊണ്ടാന്ന് പറയുന്നു, അവന്റെ മുഖപ്രകാശരക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ നമുക്ക് ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിട്ട് ആയിരിക്കാം. ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്ത ഈ ലോകത്തെ മനുഷ്യരെ പോലെ നാം നിരാശപ്പെട്ടു പോകുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, പ്രത്യാശയോടെ ആയിരിക്കാം. എന്തെല്ലാം കടന്നു വന്നാലും, ആരൊക്കെ നമ്മെ കൈവിട്ട് കളഞ്ഞാലും കൈവിടാത്തൊരു കർത്താവുണ്ട്. ആ കൈവിടാത്ത കർത്താവ് എന്നെ ചേർത്തുകൊള്ളും. എന്നെ മറക്കാത്തൊരു കർത്താവ്. പലരും നമ്മെ ഓർക്കാമെന്ന് പറയുന്നവരൊക്കെയും നമ്മെ മറന്നു പോകാറില്ലേ? പക്ഷെ മറക്കാത്ത ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്നെ കൈവിട്ട് കളയില്ല. ആ കർത്താവ് നിന്നെ ഉപേക്ഷിക്കുകയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. മഹത്വ പൂർണ്ണനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകട്ടെ. എവിടെയെങ്കിലും പ്രത്യാശയ്ക്ക് കോട്ടം വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ആദ്യ നാളുകളിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ പ്രത്യാശ എന്റെ ജീവിതത്തിലേക്ക് വീണ്ടും തരണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. അതേ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം നാം ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. പകുതി വഴി വെച്ച് തീർന്നു പോകുന്നതായിട്ടല്ല, ലോത്തിന്റെ ഭാര്യയെ പോലെ നാം തിരിഞ്ഞു നോക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഹല്ലേലൂയ. മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രത്യാശയുടെ സ്വീകാര്യത്തെ നാം മുറുകെ പിടിച്ച് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാനായിട്ടിടയെ തീർന്ന അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. പ്രിയ ദൈവ പൈതലെ, നീ ലജ്ജിപ്പാ, നീ നിരാശപ്പെട്ടു പോകുക. നീ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയ നിന്നെ ലജ്ജിപ്പിക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. നീ പ്രത്യാശയോടെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കഴിഞ്ഞാ ദൈവഭക്തന്മാരുടെ ജീവിതത്തിനകത്തൊക്കെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് കാണുവാൻ സാധിക്കുന്നു. എബ്രായർ ബാലന്മാരെ തീക്കകത്തുനിന്ന് ദൈവം വിടുവിച്ചു. ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിക്കുവാനായിട്ടിടയെ തീർന്നു. പ്രത്യാശയോടെ അവര് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. അവർ ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കില്ല. അങ്ങനെ പ്രത്യാശയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കുന്ന പ്രിയ ദൈവത്തിലെ നീ ലജ്ജിപ്പാൻ ദൈവം ഇടയാക്കത്തില്ല. അതാ ദാവീദ് പറഞ്ഞു, എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അല്ലെങ്കിൽ ആ ദൈവത്തിൽ ഒരു പ്രത്യാശ വെക്കാമോ? ആരൊക്കെ നമ്മെ കൈവിടട്ടെ, ആരൊക്കെ നമ്മെ ഉപേക്ഷിച്ച് കളയട്ടെ, ആരൊക്കെ നമ്മെ മറന്നുകൊള്ളട്ടെ, ഹല്ലേലൂയ, നമ്മുടെ കൂടെ ഇന്ന് സഹായം പ്രാപിച്ചവർ കാണുമായിരിക്കാം. ഇന്ന് അവർ നമ്മെ മറന്നു കളഞ്ഞ സാഹചര്യം കാണുമായിരിക്കാം. പക്ഷെ നാം അവരോട് ഒന്നും തോന്നണ്ട. കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. ആ കർത്താവ് നമ്മെ കൈവിട്ട് കളയുന്നതല്ല. അതേമല്ല, വാക്ക് പറഞ്ഞ ദൈവം, വാക്ക് മാറാത്ത ദൈവം. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടും നമ്മുടെ തലമുറയോടും ഒരു വാക്ക് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം വിശ്വസ്തയോട് ദൈവത്തിന്റെ പാദപീഠത്തിൽ പ്രത്യാശ നിർഭയനായിട്ട് ജീവിക്കുവാൻ തയ്യാറായ ദൈവം പൈതലെ, ദൈവം ഒന്നിനും ഒരു മുടക്കം വരുത്തുകയില്ല. ഹല്ലേലൂയ. ആ ഒരു ധൈര്യം ഈ പകൽക്കാലം ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. അതെ, ആ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. പലപ്പോഴും നിരാശകൾ കൊണ്ടുവന്ന പ്രാർത്ഥനകൾ മുടക്കി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നത് കൊണ്ടാ പലപ്പോഴും നന്മ പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നത്. പക്ഷേ നാം എന്തെല്ലാം കടന്നു വന്നു കഴിഞ്ഞാലും യോബ് പറഞ്ഞതുപോലെ എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതേ, ഒരു വൃക്ഷമായിരുന്ന പ്രത്യാശയുണ്ട്. അതിന്റെ കൊമ്പുകൾ വെട്ടിയാലും അതിന് ഇളം കൊമ്പുകൾ വിടരാതിരിക്കില്ല. അതേ, ഇളം കൊമ്പുകൾ വിടരും. ദൈവ പൈതലെ സ്തോത്രം. ഹല്ലേലൂയ. ഇളം കൊമ്പുകൾ വിടരും. ആരെല്ലാം നമ്മെ വെട്ടിയെന്ന് പറഞ്ഞാലും, ആരൊക്കെ വെട്ടിക്കളയുവാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാല് അതിനകത്ത് നിന്ന് ഇളം കൊമ്പുകൾ പൊട്ടി പുറത്തു വരും. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതി പ്രകാരം നാം അതിലുമേൽ പടരുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് ദാവീദ് പറയുവാനായിട്ടിടയെത്തുന്ന, എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞിച്ചില്ല, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കാം. ഈ പകൽക്കാലം സ്തോത്രം ഞാൻ പറയട്ടെ, ആ ദൈവത്തിൽ ഒന്ന് പ്രത്യാശ വയ്ക്കാമോ? ഹല്ലേലൂയ. എന്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ഹല്ലേലൂയ. വിഷാദം നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോ അത് ദുഃഖമായി കടന്നു വരാം, നിരാശയെ കടന്നു വരാം, പ്രാർത്ഥന ലൈഫിൽ നിന്ന് ഡൗൺ ആയി തീരാം. അതേ, ഈ വിഷാദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ ഞരക്കങ്ങൾ നമ്മുടെ ഈ പകൽക്കാല നമ്മുടെ കർത്താവിന്റെ മേൽ വച്ചു കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഞരക്കത്തിന്റെ ഒച്ച കേൾക്കുന്ന ഒരു കർത്താവുണ്ട്. ആരോട്
പറഞ്ഞില്ല എങ്കിൽ നാം നാം വിഷമിച്ച് ഞരങ്ങുന്ന വിഷയങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയത്തെ ഇറക്കി വയ്ക്കുക. ഹല്ലേലൂയ. നാം പ്രത്യാശയോടെ ആയിരിക്കുക. ഹല്ലേലൂയ. നമ്മെ കൈവിടുന്ന ഒരു കർത്താവല്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ കൂടെ ഉള്ളത്. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ലോകം നമ്മെ കൈവിട്ടെന്നിരിക്കാം, പക്ഷേ കർത്താവ് നമ്മെ കൈവിടുകയില്ല. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വിഷാദിച്ച് നമ്മള് ഞരങ്ങുന്നുണ്ടെങ്കിൽ ആ കർത്താവിലൊന്ന് പ്രത്യാശ വയ്ക്കുക. ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യമുള്ളവരൊക്കെ. ഹല്ലേലൂയ. ആശയേറ്റുപോയ പൗലൂസിന്റെ അടുക്കലും കർത്താവിന്റെ ദൂതൻ ചെന്നിട്ട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നീ ഉറപ്പുള്ളവനായിരിക്കുക, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നീ നിന്നെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ പൽക്കാലം ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനോട് പറയാനായിട്ടുള്ള കാറ്റുകൾ അടിക്കട്ടെ, കൊടുങ്കാറ്റുകൾ കടന്നു വരട്ടെ, ലോകം നിന്നെ മാറ്റി നിർത്തട്ടെ, ലോകം നിന്നെ അവഗണിച്ചു കൊള്ളട്ടെ. പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറാത്ത ദൈവമത്രേ. ആ ദൈവത്തിലൊന്ന് പ്രത്യാശ വയ്ക്കുക, ആ ദൈവത്തിലൊന്ന് ധൈര്യപ്പെടുക. ഭയങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണുക. ആ നിശ്ചയമായിട്ട് കർത്താവ് എത്തിക്കേണ്ടടുത്ത് ഏതെല്ലാം സാക്കിച്ചിരുത്തി കൂടെ നീ കടന്നു പോയാൽ നിന്നെ എത്തിക്കേണ്ടടുത്ത് കർത്താവ് കൊണ്ട് എത്തിക്കുവാനായിട്ടിടയത്തിനും കൈവിടാത്തൊരു അരിമരക്ഷകനുണ്ട്. ഹല്ലേലൂയ. കൈവിട്ട് കളയാത്തൊരു അരിമരക്ഷകൻ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തെ പ്രത്യാശയുള്ളവരായിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായി ഞങ്ങൾ മുന്നേറുവാൻ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുപ്പാ. പ്രത്യാശയില്ലാത്തവരാ പോലെ ഞങ്ങൾ ജീവിക്കുന്നവരായിട്ടല്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നവരായി ജീവിക്കുന്നവരായിട്ടല്ല. ഓരോ ദിവസവും കർത്താവേ ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവേ, ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും ആയിരിക്കുന്ന ജനത്തിന്റെ ഇടയിൽ ഈ പകൽക്കാലം അങ്ങോട്ട് പ്രത്യാശ വർദ്ധിക്കട്ടപ്പാ. പ്രത്യാശയുടെ സ്വീകാര്യത്തെ മുറുകെ പിടിക്കും. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണുവാൻ കർത്താവേ അവർക്ക് വേണ്ട ബലം കൊടുക്കപ്പാ, ശക്തി കൊടുക്ക. നിരാശകൾ മാറട്ടെ കർത്താവേ. അവരുടെ ഉള്ളിൽ വിശ്വാസിച്ച് ഞരങ്ങുന്ന അനുഭവങ്ങൾ ഏത് വിഷയമായിരുന്നാലും അതിനകത്ത് എന്റെ കർത്താവിന്റെ പ്രവൃത്തി ഈ പകൽക്കാലം ചലിക്കട്ടെ കർത്താവേ. പ്രാർത്ഥന ആവശ്യമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം, അത്ഭുതങ്ങൾ നടക്കണം കർത്താവേ. ദൈവത്തിന്റെ അതിശയ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. ആരും പ്രത്യാശയെന്ന് വീണു പോകാതെ കർത്താവേ അനുനിമിഷം പ്രത്യാശയെ വർദ്ധിച്ച് പ്രത്യാശയുള്ളവരായി കർത്താവേ ഒടുവിൽ കർത്താവിനെ മുഖാമുഖമായി കാണാമെന്നുള്ള ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാൻ തന്റെ ജനത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.